ഹലോ ആരാ? ആ മാഡം, ആ 10 മണിയാകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും. ആരാടാ അത്? അളിയാ, എനിക്കൊരു ജോലി സെറ്റ് ആയിട്ടുണ്ട്. നാളെ 10 മണിയാകുമ്പോൾ നമ്മൾ ചെല്ലാൻ പോകും. നല്ല കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ രക്ഷപ്പെടുമെന്ന് ആകെ ഉറപ്പുണ്ടായിരുന്ന നീയായിരുന്നു. പോയിട്ട് വാ. അളയാ, എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. എന്താ ജിത്ത്, ആ അങ്ങനെ അവന് വരെ ജോലിയായി. ഓ അതാ ഞാനും ആലോചിക്കുന്നത്. നീ വീട്ടിലോട്ട് വന്നാൽ അമ്മയുടെ ആട്ടും അച്ഛൻ്റെ തുണിവൊക്കെ കാണണം. അണ്ണോ, എനിക്കാണോ പണി കിട്ടുന്നത്? എടാ നിനക്കെന്താ പണി കിട്ടാൻ? എന്റെ അമ്മ അവന്റെ അമ്മ ഒന്നിച്ചാണോ തൊഴിലുറപ്പിന് പോകുന്നത്? അതിന് എനിക്കില്ലാണോ പണി കിട്ടുന്നത്? അപ്പൊ നാട് മൊത്തം അറിഞ്ഞു. പിന്നില്ലേ? പിന്നെ ഞങ്ങളുടെ ആകെയുള്ള ആശ്വാസം എന്താണെന്നറിയോ? എന്തുവാടാ 34 വയസ്സായിട്ടും ജോലിക്ക് പോകാത്ത അണ്ണന്. അണ്ണനുള്ളതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പിടിച്ചിരിക്കും. എനിക്ക് എന്നെ ഞങ്ങൾ ചത്തേനെ. അങ്ങനെ സ്വരച്ചേർച്ചയായിട്ട് നിന്നാ കുറെ കാലമൊക്കെ ജോലിക്ക് പോകാതെ എൻ്റെ കൂടെ നിൽക്കാം. എല്ലാം ഞാൻ പഠിപ്പിക്കാം. കാര്യമൊക്കെ എന്തൊക്കെയായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തും ജോലിക്ക് വന്നു. ആ പാവം പിടിച്ചതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേരെ. ഈശ്വര, ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ പുറത്താവണേ. ഭഗവാനെ അവളെ ഹർത്താലായിരിക്കണേ. ഭഗവാനെ, നാളെ ഇടിവെട്ടി മഴ പെയ്യണേ. എന്റെ ഭഗവാനെ, യവന്മാര് ജോലിക്കൊന്നും പോവാതെ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുക്ക തന്നെ വരണേ. ദൈവമേ,